ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഒരു സാമ്പിൾ ലാറവൽ 11 പ്രോജക്റ്റിനെ എങ്ങനെ മറ്റൊരു ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ മലയാളത്തിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്ന് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ലാറവലിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോകാം. അതിനുശേഷം ആ URL ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഡോക്യുമെൻറ്റേഷൻ വ്യൂ ആണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഡോക്യുമെൻ്റ് എടുത്ത ശേഷം നമുക്ക് ലാറവൽ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് എടുത്ത ശേഷം നമ്മുടെ ടെർമിനൽ നമ്മൾ ലിനക്സിലാണ് ചെയ്യുന്നത്. സോ ടെർമിനലാണ് യൂസ് ചെയ്യേണ്ടത്. ടെർമിനൽ എടുത്ത ശേഷം നമുക്ക് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ പാത്ത് പറഞ്ഞു കൊടുത്ത ശേഷം നമ്മുടെ കോപ്പി ചെയ്ത കമാൻഡ് റൺ ചെയ്യേണ്ടതാണ്. പക്ഷേ റൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരൊരു എക്സാമ്പിൾ പ്രൊജക്റ്റിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് റീപ്ലേസ് ചെയ്ത് കൊടുത്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യാം. ലാറവൽ ഇൻസ്റ്റാളേഷന് ഒരുപാട് ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഈ സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒന്നും കാണിക്കാത്തത്. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി കമ്പോസർ ഉള്ളത് കൊണ്ട് കമ്പോസർ ഇൻസ്റ്റാൾ കൊടുത്തു, ഞാൻ റൺ ചെയ്തു. നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊജക്റ്റിനകത്തോട്ട് കയറാം. അതിന് CD ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ടെർമിനലിൽ CD ഉപയോഗിക്കുന്നത് നമ്മുടെ മറ്റു ഡയറക്ടറിയോട്ടുള്ള നാവിഗേഷന് വേണ്ടിയിട്ടാണ്. സോ നമുക്ക് പ്രൊജക്റ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മറ്റൊരു ടാബ് എടുത്ത ശേഷം നമ്മുടെ ഫയർഫോക്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ക്ലിക്ക് ചെയ്ത ശേഷം പബ്ലിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റണ്ണാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു എറർ അടിച്ചു. എററിൻ്റെ കാരണം ഇതിന് സ്റ്റോറേജിനൊന്നും പെർമിഷൻ കൊടുത്തിട്ടില്ല. സോ നമുക്ക് സ്റ്റോറേജിന് പെർമിഷൻ കൊടുക്കാം. പെർമിഷന് കൊടുക്കാനുള്ള കമാൻഡ് ഇവിടെ ഉപയോഗിക്കുന്നത് sudo chmod -r777 എന്നാണ്. ഇത് ഫുൾ പെർമിഷനാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ലോക്കൽ സിസ്റ്റം ആയതുകൊണ്ടാണ് ഫുൾ പെർമിഷൻ കൊടുക്കുന്നത്. നിങ്ങളുടെ സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, റൺ ചെയ്യുമ്പോൾ വീണ്ടും ഒരു എറർ കാണിച്ചു. ഈ എറർ വന്നത് നമ്മൾ ഡേറ്റാബേസ് ENVയിൽ സെറ്റ് ചെയ്തിട്ടില്ല. സോ ENVയിലോട്ട് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്ത ശേഷം ആ പ്രൊജക്റ്റിന് നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ ENV ഓപ്പൺ ചെയ്തു. ENVയിൽ എൻ്റെ ഡേറ്റാബേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റാബേസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ എററെല്ലാം മാറി ലാൻഡിംഗ് പേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ തന്നെ പോവാം. ലോക്കലൈസേഷൻ സെർച്ച് ചെയ്യാം. അതിലുള്ള വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് കൊടുക്കാം. PHP ആർട്ടിസൻ ലാങ് പബ്ലിഷാണ് നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും കൊടുത്ത ശേഷം നമുക്ക് ഇനിയൊരു മിഡിൽ വെയർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് PHP ആർട്ടിസൻ മേക്ക് മിഡിൽ വെയർ സെറ്റ് ലോക്കലി എന്ന് പറഞ്ഞൊരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമാൻഡ് കൊടുത്തു. നമ്മുടെ മിഡിൽ വെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മിഡിൽ വെയറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോഴത്തെ അതായത് നമ്മൾ നിൽക്കുന്ന ലോക്കൽ ലാംഗ്വേജ് ഏതാണോ അതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ലോക്കലിൽ ലാംഗ്വേജ് സെറ്റ് ആവാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ മിഡിൽ വെയറിൽ എഴുതുന്നത്. അതിനായിട്ട് കുറച്ച് കമാൻഡ്സ് നമ്മൾ എഴുതുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. നമ്മൾ ഈ പ്രോഗ്രാം ഇതൊന്ന് വായിച്ച് നോക്കുക. ഈ പ്രോഗ്രാം ഒരു മിഡിൽ വെയർ ഗ്രൂപ്പാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. മിഡിൽ വെയർ ഗ്രൂപ്പിനകത്ത് നമ്മളെ ലോക്കൽ അതായത് പ്രിഫിക്സിൽ നമ്മുടെ ലാംഗ്വേജും / നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാത്ത്, ഇപ്പോൾ മലയാളം / നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ മലയാളത്തിലുള്ള കോണ്ടാക്റ്റും ഇംഗ്ലീഷ് / കോണ്ടാക്റ്റിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള കോണ്ടാക്റ്റ് കാണുക, പേജും കാണുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് നമ്മൾ കോണ്ടാക്ട് കൺട്രോളർ ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് PHP ആർട്ടിസൻ മേക്ക് കോണ്ടാക്ട് കൺട്രോളർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡാണ്. കൺട്രോളർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളതിവിടെ റെഫറൻസ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രിഫിക്സ് ലാങ് സെറ്റ് ചെയ്ത ശേഷം ആ ഗ്രൂപ്പിനകത്ത് ഹോം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് പേജിലോട്ട് പോകാനായിട്ടാണ് റൂട്ട് സെറ്റ് ചെയ്തത്. ഇനി നമ്മുടെ കൺട്രോളറിനകത്ത് ഒരു ഇൻഡെക്സ്
ഫങ്ഷൻ എഴുതുന്നുണ്ട്. പബ്ലിക് ഫങ്ഷൻ ഇൻഡെക്സ് അതിനകത്ത് മലയാളമാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരു പേജിലോട്ടും എല്ലാം ഇംഗ്ലീഷാണ് സെറ്റ് ചെയ്ത് വിളിച്ചിട്ടുള്ളതെങ്കിൽ മറ്റൊരു പേജിലോട്ടും പോകാനായിട്ട് ഇവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ കൺട്രോളറിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു പാത്ത്, അതായത് നമ്മൾ പാത്ത് പറഞ്ഞു കൊടുക്കുന്നിടത്ത് മാത്രമേ നമ്മൾ ആ മാറ്റം വരുന്നുള്ളൂ. ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മിഡിൽ വെയർ യൂസ് ചെയ്തത്. മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളത്തിലോട്ടും പോകാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ആ മലയാളത്തിലോട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പേജ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പേജിൻ്റെ തന്നെ കോപ്പി എടുത്ത ശേഷം നമുക്ക് അതായത് വെൽക്കം പേജിൻ്റെ കോപ്പി നമുക്ക് എടുക്കാം. അതിൽ മലയാളം ആഡ് ചെയ്തിട്ട് ഇത് മലയാളമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സെപ്പറേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇംഗ്ലീഷിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇടാൻ പോകുന്നത്. നമ്മുടെ ലാംഗ്വേജ് ചൂസിങ് കറക്റ്റായിട്ട് വർക്കായിട്ടുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് പാത്ത് വിളിക്കുമ്പോഴാണ് നമുക്ക്, അതായത് ഇത് നമ്മൾ URL ഡയറക്റ്റ് പാത്ത് വിളിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ MAL ഓട്ടോമാറ്റിക്കലി അപ്പൻഡ് ചെയ്ത് വരാൻ കണക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് ഇതിലുള്ളത്. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.